ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ജീവിതം. എന്നാൽ ആ ജീവിതത്തെ കേവലം ഒരു യാദൃച്ഛികതയായി കാണാതെ അമ്മയുടെ അനുഗ്രഹമായി കാണുമ്പോൾ അതിന് പവിത്രതയും ആഴവുമേറുന്നു. കാരണം ഒരു ജീവന് ഭൂമിയിലേക്ക് വരാൻ വഴിയൊരുക്കുന്നവൾ മാത്രമല്ല അമ്മ. ആ ജീവനെ സ്നേഹവും കരുണയും നൽകി ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്ന ശില്പി കൂടിയാണ്. നാം ഈ ലോകത്തിലേക്ക് കണ്ണു തുറക്കുന്നത് തന്നെ അമ്മ എന്ന മഹാത്ഭുതത്തിലൂടെയാണ്. സ്വന്തം രക്തവും ജീവനും നൽകി 9 മാസം ചുമന്ന് പ്രസവവേദനയുടെ തീച്ചൂളയിൽ വെന്ത് അവർ നമുക്ക് നൽകുന്നതാണ് ഈ കാണുന്ന ലോകം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ശ്വാസവും ഓരോ ഹൃദയമിടിപ്പും അമ്മയുടെ തപസ്സിൻ്റെ ഫലമാണ്. ജീവിതം എന്ന മഹാഭാഗ്യം നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അമ്മ തന്ന ആദ്യത്തെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ ശരീരം. നിരുപാധികമായ സ്നേഹത്തിൻ്റെ പാഠശാല. ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ നമ്മെ കൈവിട്ടാലും ചേർത്തു പിടിക്കാൻ അമ്മയുണ്ടാകണം. യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ നിരുപാധികമായ സ്നേഹം എന്തെന്ന് നാം അറിയുന്നത് അമ്മയിലൂടെയാവണം. ജീവിതത്തിലെ കഠിനമായ വഴികളിലൂടെ നടക്കുമ്പോൾ വീണുപോകാതെ നമ്മെ താങ്ങി നിർത്തുന്നത് അമ്മയുടെ വാക്കുകളും പ്രാർത്ഥനകളുമാണ്. അമ്മയുടെ ഒരു തലോടൽ മതിയാകും ജീവിതത്തിലെ എത്ര വലിയ മാനസിക വിഷമങ്ങളും അലിഞ്ഞില്ലാതാകാൻ. ആ സാന്നിധ്യം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാവൽ. ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു അമ്മയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാനും മറ്റുള്ളവരോട് കരുണയോടും ബഹുമാനത്തോടും കൂടി പെരുമാറാനും നമ്മെ പഠിപ്പിക്കുന്നത് അമ്മയുടെ അനുഗ്രഹീതമായ ശിക്ഷണമാണ്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനുള്ള ആത്മവിശ്വാസം തരുന്നത് അമ്മയുടെ ജീവിതാനുഭവങ്ങളാണ്. ജീവിതത്തിൽ നാം നേടുന്ന ഓരോ വിജയവും നാം കാത്തുസൂക്ഷിക്കുന്ന നല്ല മൂല്യങ്ങളും അമ്മ നമ്മുടെ മനസ്സിൽ നട്ടുവളർത്തിയ വിത്തുകളുടെ ഫലമാണ്. ഈശ്വര സാന്നിധ്യത്തിൻ്റെ ജീവനുള്ള രൂപമാണ് അമ്മ. ഈശ്വരന് എല്ലായിടവും ഒരേ സമയം എത്താൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം അമ്മമാരെ സൃഷ്ടിച്ചത് എന്നൊരു ചൊല്ലുണ്ട്. കാണപ്പെടാത്ത ഈശ്വരൻ്റെ ജീവനുള്ള പ്രതിരൂപമാണ് അമ്മ. ആ അമ്മയെ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹമായി കാണാൻ നമുക്ക് കഴിയണം. ജീവിതത്തെ ഒരു ഭാരമായി കാണാതെ അമ്മയുടെ അനുഗ്രഹമായി കാണുമ്പോൾ നമ്മുടെ ചിന്തകളിൽ പോസിറ്റിവിറ്റിയും കൃതജ്ഞതാബോധവും നിറയും. പരാതികളും പരിഭവങ്ങളും മാറി ലഭിച്ച ജീവിതത്തോട് വലിയൊരു ബഹുമാനം തോന്നിത്തുടങ്ങും. ജീവിതം എന്നത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയും അമ്മയുടെ മനസ്സറിഞ്ഞുള്ള ആശീർവാദങ്ങളുമാണ്. അമ്മയുടെ സ്നേഹത്തെയും ത്യാഗത്തെയും ഓർത്തുകൊണ്ട് ആ അനുഗ്രഹത്തെ നെഞ്ചോട് ചേർത്ത് മുൻപോട്ട് പോകുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരവും സഫലവുമായി തീരുന്നു. അമ്മ തന്ന ഈ ജീവിതം നന്മയുള്ള പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റുക എന്നതാണ് ആ മാതൃത്വത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചു നൽകൽ. ഇത് കലികാലമായതുകൊണ്ടാകാം അമ്മമാരിൽ ചിലരിലെങ്കിലും കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന സ്വഭാവവും, അല്ലെങ്കിൽ ചില കുട്ടികളിൽ ചിലരോട് മാത്രം കൂടുതൽ പ്രത്യേകത കാണിക്കുന്ന സ്വഭാവവും, സ്വന്തം അഭിമാനത്തിന് വിഘാതമായി നിൽക്കുന്ന കുട്ടികളെ ഉപേക്ഷിക്കുക വരെ ചെയ്യുന്ന സ്വഭാവവും കാണുന്നു. ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ ആ അമ്മയുടെ ആ ദുരഭിമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈഗോയിൽ നിന്ന് വന്ന ആ സ്വഭാവത്തിന് ഇരയാവാതെ മാറി നിൽക്കുക. കാരണം അമ്മയുടെ അനുഗ്രഹം നമ്മെ ഉയരങ്ങളിലെത്തിക്കുന്നത് പോലെ തന്നെ അമ്മയുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മുടെ മാനസിക നിലയെ തളർത്തും. ബാക്കി ആര് പക്ഷാഭേദം കാണിച്ചാലും പെറ്റമ്മ കാണിക്കുന്ന പക്ഷാഭേദമോ താരതമ്യം ചെയ്യലോ
ആർക്കും സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട്. കേമന്മാരായ മക്കളെ ഉയർത്തിക്കാട്ടി അത്ര കഴിവില്ലാത്ത മക്കളെ താഴ്ത്തിക്കെട്ടുന്ന അമ്മമാരെ പലയിടങ്ങളിലും കാണാം. അങ്ങനെ വരുമ്പോൾ ആ അമ്മയോട് സകല ബഹുമാനവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഉള്ളിലിരിക്കുന്ന പരാശക്തിയായ അമ്മയെ കണ്ട് ആ അമ്മ ഇത്രകാലം പെറ്റുപോറ്റിയതിന് നന്ദി പറഞ്ഞ് ആ അമ്മയുടെ ദുരഭിമാനത്തിന് ഇരയാകാതെ മാറി നിൽക്കുക. കാരണം കൂടെ നിൽക്കുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴോ നമ്മുടെ മനസ്സ് കൂടുതൽ ദുർബലപ്പെടാനുള്ള അവസരങ്ങളാണ് ഉണ്ടാവുക. ശാരീരികമായും മാനസികമായും വിട്ടുനിൽക്കുമ്പോൾ കാലം കൊണ്ടെങ്കിലും ആ അമ്മ ചെയ്ത് തന്ന നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും അതിന് ആ അമ്മയുടെ ഉള്ളിലുള്ള പരാശക്തിയായ അമ്മയോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇത് പതുക്കെ പതുക്കെ ആ അമ്മയുടെ മനസ്സിനെ ശുദ്ധമാക്കും. അങ്ങനെ നമ്മോടുള്ള അമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറി വരുന്നത് നമുക്ക് കാണാം. ഈ ചെറിയ ഉപഹാരം പരാശക്തിയായ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് പരാശക്തിയായ അമ്മയോട് നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. അമ്മ എല്ലാവരിലും അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.